ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇഫ്താർ സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വെജ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ കുറച്ച് സോയാബീൻ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ അടിച്ചെടുത്താൽ മതി. ഇതുപോലെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അളവൊന്നും പറയണില്ല. സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ പച്ചമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല. ഇവിടെ മുളക് പൊടിയും അതുപോലെ മസാലപ്പൊടി മാത്രമാണ് ചേർക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, അതുപോലെ തന്നെ ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. അതിന് പകരം കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ, കുരുമുളകും കൂടെ ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സോയാബീൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയൊന്ന് മിക്സ് ചെയ്യാം. എരിവും ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസോ അല്ലെങ്കിൽ ക്യാരറ്റോ എന്തെങ്കിലും വേറെ പച്ചക്കറികളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ വേവും, സോയാബീൻ ആയത് കാരണം തന്നെ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുക. ഇതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ 1.5 ഗ്ലാസ് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്നുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്തിട്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മാവൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ഒരു പാകത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇത് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺഫ്ലോർ ചേർക്കണതിൻ്റെ കാരണം നല്ല ക്രിസ്പായിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫ്രൈ ആക്കിയതിന് ശേഷം പെട്ടെന്ന് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പായിട്ട് തന്നെ ഉണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോറിന് പകരം അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മാവ് ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ പരത്തിയെടുക്കുന്നുണ്ട്. ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് അമർത്തിയെടുത്താൽ മതി. ഇനി ഇതിൽ നമ്മൾ മസാല കുറേശ്ശായിട്ട് വെച്ചതിന് ശേഷം നമ്മളിത് സമൂസയൊക്കെ പോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണേലും ഇത് മടക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇത് മടക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂവടക്കം ഉണ്ടാക്കുന്ന പോലെ ഷേപ്പിൽ വേണമെങ്കിൽ മടക്കിയെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചൂടായിട്ടുള്ള ഓയിലിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. സാധാരണ നമ്മൾ ചിക്കനും ബീഫൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇറച്ചിയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫില്ലിങ്ങാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഭാഗം റെഡിയാകുന്ന സമയത്ത് നമുക്ക് മറ്റേ ഭാഗം കൂടെ മറിച്ചിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. ഇപ്പോൾ സമൂസ ഷീറ്റൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സമൂസയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.